ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 19 ഓഫ് 30 ഡേയ്സ് ചലഞ്ച്. ഞാൻ ആക്ച്വലി ഇന്ന് ലീവായിട്ടുള്ള ദിവസം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഉറക്കം എണീറ്റ് എന്തിനാന്ന് വെച്ചാൽ ഷൂട്ട് ഉണ്ടായിരുന്നു. ഇന്ന് 3 ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷൂട്ട് മാറ്റി വെച്ചു. അപ്പോൾ രാവിലെ ഹോം ബ്രിഡ്ജിലായിരുന്നു ഷൂട്ട്. അവരുടെ സ്പൈസ് ബ്രിഡ്ജിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഷൂട്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് അടുത്ത ഷൂട്ടിൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ അറ്റയർ പോലെയായിരുന്നു, ഒരു പ്രൊമോഷൻ വീഡിയോ പോലത്തെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിന് ആറ്റിങ്ങിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തക്കാരം വന്നു. അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നതുകൊണ്ടാണോ എന്നറിയില്ല, അവിടുത്തെ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾ പ്ലെയിനിൽ പോയിരുന്ന് കഴിക്കുക, അവിടെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോർമലി നമ്മുടെ അടുത്ത് ആഴി ഇരുന്നിട്ടായിരിക്കും കഴിക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ആ പ്ലെയിനകത്തൊക്കെ കയറി അവിടെ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ മെനു എന്ന് പറഞ്ഞാൽ ഈ ആധാരം എടുത്ത് സംഭവമില്ലേ സ്ഥലത്തിൻ്റെയൊക്കെ ആ ഒരു ടൈപ്പായിരുന്നു അവരുടെ മെനു. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു കാരണം. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് സൂപ്പ് ഓർഡർ ചെയ്തു. ഹോട്ട് ആൻഡ് സോ ചിക്കൻ സൂപ്പായിരുന്നു ഓർഡർ ചെയ്തത്. പിന്നെ കഴിക്കാനായിട്ട് കിഴി ചിക്കൻ ബിരിയാണി ആയിരുന്നു. വിശന്നിരുന്നുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിക്ക്. നോർമലി ഞാനിതിൻ്റെ പകുതി കഴിക്കുന്ന ആളായിരുന്നു, ഒരു മുക്കാലോളമൊക്കെ കഴിച്ചു. എന്നിട്ട് തിരിച്ച് വീടെത്തിയപ്പോൾ അമ്മ ചെടിയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുമായിരുന്നു. എല്ലാം വളർന്ന് നിൽക്കുവാണെന്നൊക്കെ പറഞ്ഞ് എല്ലാം കട്ട് ചെയ്തൊക്കെ സെറ്റാക്കുമായിരുന്നു. പിന്നെ ഇന്ന് ലീവും കൂടെയാണ്, പിന്നെ ബിരിയാണിയും കൂടെ കഴിച്ച ദിവസമായതുകൊണ്ട് ഉച്ചയായിക്കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കമൊക്കെ വന്നു. അങ്ങനെ കിടന്ന് ഉറങ്ങി കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്ന് ചായയൊക്കെ കുടിച്ചു. ചായയുടെ നിന്ന് ഒത്തിരി സ്നാക്സ് ഉണ്ടായിരുന്നു. ചക്കവറ്റിൽ ചിപ്സ് ഉണ്ടായിരുന്നു, ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ സിനിമയ്ക്ക് പോകാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ സിനിമയ്ക്ക് പോകാനായിട്ട് റെഡിയായി. രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചു. ഇടിയപ്പവും പിന്നെ എന്തായിരുന്നു, ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എക്കോ മൂവി കാണാനായിട്ട് സിനിമയ്ക്ക് പോയി. ഇതിപ്പോൾ ഈ വീഡിയോയിൽ മൊത്തം കഴിക്കുന്ന സാധനങ്ങൾ മാത്രമാണല്ലോ. ഇപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇന്ന് ഞാൻ എന്തിനു മാത്രം തിന്നുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ എക്കോ മൂവിയൊക്കെ കണ്ടു. ഞാൻ എൻ്റെ കോസ്റ്റ്യൂം കാണിച്ചിടാവേ. ഇതാണ് എൻ്റെ പാൻറ്റ്. ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്നാണ് വാങ്ങിച്ചത്. ടോപ്പ് എവിടെ നിന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ഇന്നറും ഒരു ഷർട്ടായിരുന്നു. അതിനെ ഞാൻ ജാക്കറ്റ് പോലെ ആക്കി പെയർ ചെയ്തു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.